ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു അവർ ന്യൂ വീഡിയോ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ, CPO തുടങ്ങിയ പരീക്ഷകൾക്ക് വരാൻ പോകുന്ന SRT അധിഷ്ഠിതമായിട്ടുള്ള സയൻസ് ചോദ്യങ്ങളാണ്. നമ്മൾ ഈ ഒരു ചോദ്യങ്ങളുടെ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോകണം. കാരണം PSC ഏത് രീതിയിലാണ് ചോദിക്കുന്നതെന്ന് ആർക്കും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാലമാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം? പുതിയ ആ ഒരു SRTക്കകത്ത് ഏറ്റവും സെലക്റ്റീവ് ആയിട്ടുള്ള കണ്ടന്റ്സ് എങ്കിലും അത്യാവശ്യം നിങ്ങൾ പഠിച്ചിട്ട് പോവേണ്ടതാണ്. നല്ല കുറച്ചൊക്കെ ടൈറ്റ് ആണ്. അപ്പൊ മേ ബി നിങ്ങൾ ഇത് ആദ്യമായിട്ട് കേൾക്കുന്നതായിരിക്കും. എന്നാലും ഒന്ന് രണ്ട് പ്രാവശ്യം നിങ്ങൾ എഴുതി വെച്ച് രണ്ട് മൂന്ന് പ്രാവശ്യത്തെ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുന്നതിലൂടെ ഓപ്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നതാണ്. അപ്പം ആദ്യമേ തന്നെ നമുക്ക് പുതിയ പുതിയ കുറച്ച് ജീവികളെ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു വണ്ടിനെ കണ്ടുപിടിച്ചതാണ്. വണ്ടിന്റെ പേര് സാന്ദ്ര കോട്ടസ് വിജയകുമാരി എന്നാണ്. എന്താണ്? സാന്ദ്ര കോട്ടസ് വിജയകുമാരി എന്നാണ്. അതിനെ നമ്മൾ എവിടെ നിന്നാണ് കണ്ടെത്തിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെ നിന്നാണ് കണ്ടെത്തിയത്? നെല്ലിയാമ്പതിയിൽ നിന്നിട്ടാണ് കണ്ടെത്തിയത്. എവിടെ നിന്നാണ് കണ്ടെത്തിയത്? നെല്ലിയാമ്പതിയിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനത്തിൽപ്പെട്ട വണ്ട്. നമ്മളോട് ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും: സാന്ദ്ര കോട്ടസ് വിജയകുമാരി എന്നത് താഴെ പറയുന്നവയിൽ ഏതു കാറ്റഗറിയാണ്? സസ്യമാണോ, അല്ലെങ്കിൽ വണ്ടാണോ, തവളയാണോ, പരാദജീവിയാണോ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പൊ സാന്ദ്ര കോട്ടസ് എവിടെ നിന്നാണ് കണ്ടെത്തിയത്? നെല്ലിയാമ്പതിയിൽ നിന്നാണ്. എന്താണത്? വണ്ടാണ്. അപ്പൊ അത്രേ ഉള്ളൂ, ജസ്റ്റ് നമുക്ക് ഓർത്ത് വെച്ചേക്കാൻ വേണ്ടിയിട്ട്. അടുത്തത് ലിഡ്സിയ വാഗമോണിക്ക. വാഗമണിൽ നിന്ന് കണ്ടെത്തിയ കുറ്റിപ്പാണൽ വിഭാഗത്തിൽപ്പെട്ട പുതിയ സസ്യമാണ്. അപ്പം ലിഡ്സിയ വാഗമോണിക്ക എന്ന് പറയുന്നത് ഏതാണ്? ഒരു കുറ്റിപ്പാണൽ വിഭാഗത്തിൽപ്പെട്ട ഒരു സസ്യത്തിനെയാണ് കണ്ടെത്തിയത് വാഗമണിൽ നിന്ന്. അപ്പൊ വാഗമണിൽ നിന്ന് കണ്ടെത്തിയ പിന്നെ ലിഡ്സിയ വാഗമോണിക്ക എന്ന് പറഞ്ഞത് ഏത് വിഭാഗത്തിൽപ്പെട്ട സസ്യമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറയണം? കുറ്റിപ്പാണൽ. അല്ലെങ്കിൽ നമ്മൾക്ക് എങ്ങനെ ചോദിക്കാം? ലിഡ്സിയ വാഗമോണിക്ക ഏത് പുതിയ കാറ്റഗറിയാണ്? വണ്ട്, സസ്യം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുമ്പോൾ ഏത് വേണം? സസ്യമാണ്. ഏത് കാറ്റഗറിയിലാണ്? കുറ്റിപ്പാണൽ. അല്ലെങ്കിൽ തന്നെ സസ്യങ്ങളുടെ വിവിധ കാറ്റഗറിയിൽ മേ ബി നളിക്കാശി തുമ്പയുടെ പോലത്തെ കാര്യങ്ങളൊക്കെ മേ ബി ചോദിക്കാവുന്നതാണ്. സോ ലിഡ്സിയ വാഗമോണിക്ക എന്ന് പറഞ്ഞത് ഏത് കാറ്റഗറിയിലാണ്? കുറ്റിപ്പാണൽ വിഭാഗത്തിൽ പെട്ടതാണ്. ഇനി അടുത്തത് ബ്രൂസത്തോവ ഇസ്രോ എന്ന് പറയുന്നത് എന്താണ്? ബ്രൂസത്തോവ ഇസ്രോ. അതായത് കൊല്ലം കടൽ തീരത്ത് മത്സ്യങ്ങളിൽ കണ്ടെത്തിയ ഒരിനം പരാത ജീവിക്ക് പറയുന്ന പേരാണ് ഏത്? ബ്രൂസത്തോവ ഇസ്രോ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അവിടെ ISRO എന്നുള്ള പേര് നമുക്ക് ഇവിടെ ഉണ്ട്, ഇസ്രോ. ദെൻ കൊല്ലം കടൽ തീരത്ത് നിന്ന് മത്സ്യങ്ങളിൽ കണ്ടെത്തി. അപ്പം ഈ ഒരു പരാത ജീവിയാണ് ബ്രൂസത്തോവ എന്ന് പറയുന്നത്. ഒരു പരാതമാണ്. എവിടെയാണ് കണ്ടെത്തിയത്? കൊല്ലം കടൽ തീരത്ത് മത്സ്യങ്ങളിലാണ്. അപ്പൊ ഇവിടെ നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് പഠിച്ചത്. ഇപ്പൊ തന്നെ അങ്ങ് പഠിച്ചു പോകണം. സാന്ദ്ര കോട്ടസ് വിജയകുമാരി എന്ന് പറഞ്ഞത് വണ്ടാണ്. ലിഡ്സിയ വാഗമോണിക്ക എന്താണ്? കുറ്റിപ്പാണൽ ആണ്. ബ്രൂസത്തോവ ഇസ്രോ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? പരാദജീവിയാണ്. അതെവിടെയാണ് കണ്ടെത്തിയത്? മത്സ്യങ്ങളിലാണ്. എവിടെ? കൊല്ലത്ത്. വാഗമണിൽ ലിഡ്സിയ, സാന്ദ്ര കോട്ടസ് വിജയകുമാരി നെല്ലിയാമ്പതിയിൽ. അപ്പൊ അത്രയും പഠിച്ചല്ലോ. അപ്പൊ അതാണ് അപൂർവമായിട്ടുള്ള സ്പീഷീസ്. ഇനി നമുക്ക് ഈ ചട്ടക്കൂട് വരുന്നുണ്ടല്ലോ. നമുക്ക് ഈ പാറ്റയുടെ ആണെങ്കിലും മനുഷ്യരുടെ ആണെങ്കിലും ഈ ബാഹ്യാസ്ഥികൂടം, ആന്തരികാസ്ഥികൂടം എന്നൊക്കെ പറയുന്നത് പോലെ കുറച്ചിവിടെ അഡീഷണലി ഒന്ന് രണ്ട് പോയിന്റ്സ് പുതിയ ടെക്സ്റ്റിനകത്ത് വന്നിട്ടുണ്ട്. അതാണ് നമ്മളിപ്പോൾ ആദ്യം പഠിക്കാൻ പോകുന്നത്. അപ്പൊ അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് ഹൈഡ്രോസ്കെൽട്ടൺ എന്ന് പറയുന്നത്. എന്താണ് ഹൈഡ്രോസ്കെൽട്ടൺ എന്ന് പറയുന്നത്? അതായത് മണ്ണിരയുടെ ശരീരത്തിനുള്ളിൽ ദ്രവം നിറഞ്ഞിരിക്കുന്ന അറകളുണ്ട്. അപ്പൊ ഹൈഡ്രോ എന്ന് പറഞ്ഞാൽ തന്നെ എന്തുവാ? വെള്ളം റിലേറ്റ് ചെയ്തിട്ടുള്ള. അപ്പൊ ശരീര ആകൃതി നിലനിർത്തുന്നതിനും സഞ്ചാരത്തിനും ജലമാണ് ഇവിടുത്തെ ഉപാധി. ഈ സംവിധാനം പൊതുവെ ഹൈഡ്രോസ്കെലട്ടൺ എന്ന പേരിൽ അറിയപ്പെടും. ഇപ്പൊ ഇതൊക്കെ നമ്മൾ നോക്കി വെച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈസിയാണ്. അല്ലെങ്കിൽ പരീക്ഷാ ഹാളിൽ വെച്ച് നമ്മൾ ഹൈഡ്രോസ്കെലട്ടൺ എന്നൊക്കെ പറയുമ്പോൾ ശരിക്കും ഷോക്ക്ഡ് ആയി പോകും. സോ അതുകൊണ്ട് എന്താണ്, ഹൈഡ്രയിലായാലും ഒച്ചിലായാലും എല്ലാം ഏതാണ്? ഏത് രീതിയിലുള്ളതാണ്? ചലനത്തിന് സഹായിക്കുന്ന ഹൈഡ്രോസ്കെൽട്ടൺ ആണെന്ന കാര്യം ഓർത്തുവെച്ചേക്കുക. അപ്പം ചട്ടക്കൂടിനകത്തെ വൈവിധ്യത്തിനകത്ത് ഫസ്റ്റ് കാറ്റഗറിയാണ് ഹൈഡ്രോസ്കെൽട്ടൺ. ഇപ്പൊ മണ്ണിരയുടെ ശരീരത്തിൽ എന്തുണ്ട്? ലിക്വിഡ് ഉണ്ട്, അല്ലെങ്കിൽ പിന്നെ വെള്ളമുണ്ട്. അപ്പൊ അതനുസരിച്ചിട്ടാണ് ഈ ശരീര ആകൃതി നിലനിർത്താനും അതിന് മൂവ്മെന്റ് ചെയ്യാനും പറ്റുന്നത്. അതുപോലെ തന്നെ ഹൈഡ്ര ആയാലും ഒച്ചായാലും ഇതുപോലെ തന്നെയാണ്. അപ്പൊ അവരുടെ ആ ഒരു സ്കെൽട്ടൺ എന്ന് പറയുന്നത് എന്താണ്? ഹൈഡ്രോസ്കെൽട്ടൺ ആണ് ചലനത്തിന് സഹായിക്കുന്നത്. ഐഡിയ കിട്ടിയല്ലോ. അപ്പൊ ഹൈഡ്ര ചോദിച്ചാലും ഒച്ച് ചോദിച്ചാലും മണ്ഡല ചോദിച്ചാലും ഏത് പറയണം? ഹൈഡ്രോസ്കെൽട്ടൺ പറയണം. ഇനി അടുത്തത് ബാഹ്യാസ്ഥി കൂടെ നമ്മൾ ഓൾറെഡി അറിയാം. ഞണ്ട്, കക്ക, ചിപ്പി എന്നീ ജന്തുക്കളിൽ കാണപ്പെടുന്ന
കാൽഷ്യം കാർബണേറ്റ് മുഖ്യ ഘടകമായ കാഠിന്യമുള്ള പുറന്തോടും പുൽച്ചാടി, പാറ്റ എന്നിവയിലെ കൈറ്റിൻ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ബാഹ്യ ആവരണവും ബാഹ്യാസ്ഥികൂടം ആണ്. അപ്പം ഈ പുൽച്ചാടിയിലും പാറ്റയിലും ഒക്കെ ഉള്ള ബാഹ്യ ആവരണം, നമ്മൾ ഈ പാറ്റയുടെയൊക്കെ ഔട്ടർ സർഫസ് ഉണ്ടല്ലോ, അത് എന്തുകൊണ്ടാണ്, അതായത് വെള്ളമൊക്കെ തെറിച്ച് തെറിച്ച് പോകത്തില്ലേ, അപ്പൊ അതെന്നാ കൈറ്റിൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ ഇനി ഞണ്ട്, കക്ക, ചിപ്പി എന്നീ ജന്തുക്കളിൽ കാണപ്പെടുന്ന എന്തുവാ, കാൽഷ്യം കാർബണേറ്റ് ആണ്. അപ്പൊ അവരുടെ പുറംതോടിന് എന്ത് വരുന്നു, കാൽഷ്യം കാർബണേറ്റ്. അതേസമയം പുൽച്ചാടി, പാറ്റ എന്നിവയാണെങ്കിൽ എന്ത് പറയണം, കൈറ്റിൻ കൊണ്ടാണ് ബാഹ്യാവരണം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പൊ ഇവയെല്ലാം എന്തിന് ഉദാഹരണമാണ്, ബാഹ്യമായിട്ടുള്ള അസ്ഥികൂടമുള്ളതിന് ഉദാഹരണമാണ്. ഇവ പേശികളെ ഉചിത സ്ഥാനങ്ങളിൽ ബന്ധിപ്പിച്ച് ചലനത്തിനും സഞ്ചാരത്തിനും ശരീര സംരക്ഷണത്തിനും സഹായിക്കുന്നുണ്ട്. അപ്പം പുൽച്ചാടിയിലും പാറ്റയുടെയും ഔട്ടർ സർഫസിന് പുതിയൊരു പേര് നമ്മൾ ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട്, കൈറ്റിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. കൂടാതെ ഞണ്ട്, കക്ക, ചിപ്പി, പുൽച്ചാടി, പാറ്റ എന്നിവ ഏത് അസ്ഥികൂടമുള്ളതാണ്, ബാഹ്യാസ്ഥികൂടം ഉള്ളതാണെന്നും പഠിച്ചു വെച്ചേക്കണം. ആന്തര അസ്ഥികൂടം എന്ന് പറഞ്ഞിരിക്കുന്നത് മനുഷ്യൻ ഉൾപ്പെടെയുള്ള നട്ടെല്ലുള്ള ജീവികളിൽ തരുണാസ്ഥി, അസ്ഥി എന്നിവ കൊണ്ടുള്ള ചട്ടക്കൂടാണ്. അപ്പം മനുഷ്യൻ ഉൾപ്പെടെയുള്ള നട്ടെല്ലുള്ള ജീവികളിൽ എങ്ങനെയാണ്, തരുണാസ്ഥി, അസ്ഥി എന്നിവ കൊണ്ടുള്ള ചട്ടക്കൂടാണ്. ശരീരത്തിന് ആകൃതി നൽകുകയും അവയവങ്ങളെ സംരക്ഷിക്കുകയും ചലനത്തിനും സഞ്ചാരത്തിനും സഹായിക്കുകയും ചെയ്യുന്ന ഈ സംവിധാനം എന്താണ്, ആന്തരിക അസ്ഥികൂടം ആണ്. ആന്തര അസ്ഥികൂടം, എൻഡോസ്കെൽറ്റൺ. അപ്പൊ തരുണാസ്ഥി, അസ്ഥി എന്നിവ കൊണ്ടുള്ള ചട്ടക്കൂടാണ് മനുഷ്യൻ ഉൾപ്പെടെയുള്ള നട്ടെല്ലുള്ള ജീവികളിൽ, അവയ്ക്ക് ആന്തര അസ്ഥികൂടം എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെ മനുഷ്യന്റെ നഖം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് ബാഹ്യാസ്ഥികൂടത്തിന് ഉദാഹരണം ആണ്. അപ്പൊ ഇത്രയും കാര്യമാണ് ഇവിടെ ചട്ടക്കൂട് റിലേറ്റ് ചെയ്ത് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് പഠിക്കേണ്ടത് കിങ്ഡം ആനിമേലിയ റിലേറ്റ് ചെയ്തുള്ള ഫൈലങ്ങളാണ്. അപ്പൊ ഇത് 8th സ്റ്റാൻഡേർഡിൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടുണ്ട്, കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട്. ഇത് +2 ലെവൽസിലൊക്കെ ആയിരുന്നു നമ്മൾ ഇത്രയും നാളും പഠിച്ചിരുന്നത്. അപ്പൊ CPO പരീക്ഷയ്ക്കും യൂണിഫോം തസ്തികയ്ക്കും ഒക്കെ ആയിരുന്നു ഈ ഒരു കാര്യങ്ങൾ ചോദിക്കുന്നത്. ഇപ്പൊ ഇപ്പോഴത്തെ ഉള്ള ചോദ്യങ്ങൾ ചില ഒരു 3-4-5 ചോദ്യങ്ങളൊക്കെ ഒരു റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളായിട്ടൊക്കെ വരും. അപ്പം ഏറ്റവും ടോപ്പ് റാങ്ക് ഒക്കെ പ്രതീക്ഷിക്കുന്നവർ ആ ചോദ്യം കൂടെ കൃത്യമായിട്ട് പഠിച്ചിട്ട് പോവേണ്ടതാണ്. ജസ്റ്റ് 2-3 പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ നിങ്ങൾക്ക് ഓക്കെ ആയി പോകും. അപ്പൊ നമ്മൾ അത് തന്നെ പഠിക്കത്തുള്ളൂ, ഇത് തന്നെ പഠിക്കത്തുള്ളൂ എന്നൊക്കെയുള്ള വാശികൾ നമ്മൾ കളയണം. എങ്ങനെയെങ്കിലും ഒരു സർക്കാർ ജോലിയിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളായിരിക്കണം. അവിടെ നമ്മൾ ഉള്ള ഈഗോസ് ഒക്കെ മാറ്റിയിട്ട് വേണം നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞിരിക്കുന്നത് പോറിഫെറ എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അപ്പൊ കിങ്ഡം ആനിമേലിയയിൽ ഉൾപ്പെടുന്ന ഫൈലങ്ങൾക്കകത്ത് ഫസ്റ്റ് വൺ പോറിഫെറ, അതായത് സ്പോഞ്ചുകളാണ്. അപ്പൊ നമ്മൾക്കിപ്പോ നോർമലി നമുക്കൊരു സ്പോഞ്ച് ഉണ്ടെങ്കിലും എന്തായിരിക്കും, അതെല്ലാം വെള്ളത്തിനെ ഇങ്ങനെ വലിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും അല്ലെ. എന്ന് പറയുന്നത് പോലെ ശരീരത്തിൽ ആകമാനം സൂക്ഷ്മ സുഷിരങ്ങളുള്ള ജലജീവികൾ ആണ് ഏത് കാറ്റഗറിയിൽ വരുന്നത്, പോറിഫെറ എന്ന് പറഞ്ഞിരിക്കുന്ന ഫൈലത്തിൽ വരുന്നത്. അപ്പൊ പോറിഫെറ എന്ന് പറഞ്ഞിരിക്കുന്നത് സ്പോഞ്ച്, അതായത് സ്പോഞ്ചുകൾ ഏതിനകത്ത് വരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് പറയണം, പോറിഫെറ എന്ന കാര്യം ഓർത്തു വെച്ചിരിക്കണം. എന്താണ്, പോറിഫെറ എന്ന കാര്യം ഓർത്തു വെച്ചേക്കണം. ഇനിയും അടുത്തത് ഹൈഡ്ര, ജെല്ലി ഫിഷ്, കടൽപ്പൂവ് എന്നിവ ഏതാണ്, നിഡേറിയ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ്. നിഡേറിയ അതായത് നിഡോബ്ലാസ്റ്റോട് കൂടിയ ടെന്റക്കിൾ ഉള്ള ജലജീവികളാണ്. ഹൈഡ്ര, ജെല്ലിഫിഷ്, കടൽപ്പൂവ് തുടങ്ങിയവയെല്ലാം ഏത് ഫൈലത്തിനകത്ത് ഉൾപ്പെടുന്നു, നിഡേറിയ അഥവാ സീലൻഡറേറ്റ എന്ന് പറയുന്ന ഫൈലത്തിൽ. എന്താണ്, നിഡേറിയ, മേളിലുണ്ട്, നിഡേറിയ അഥവാ സീലൻഡറേറ്റ. അപ്പൊ സ്പോഞ്ചുകൾ അല്ലെങ്കിൽ ശരീരത്തിൽ സുഷിരങ്ങളുള്ള ജീവികൾ, ജലജീവികൾ ഏത് കാറ്റഗറിയിൽ, പോറിഫെറ. ഇനി നിഡേറിയ എന്ന് പറഞ്ഞത് എന്താണ്, അതിനകത്തുള്ള ടെന്റക്കിളൊക്കെ ഏതൊക്കെ ആയിരിക്കും, നിഡോബ്ലാസ്റ്റോട് കൂടിയിട്ട് ഇങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങൾ കണ്ടോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ഏതാണ്, നിഡേറിയ. അപ്പൊ അവിടെ എന്താണ്, നിഡേറിയയുടെ ആ ഒരു ടെന്റക്കിൾ റിലേറ്റ് ചെയ്ത് പറയുന്നത് എന്താണ്, നിഡോബ്ലാസ്റ്റ് എന്ന് വേണം ഓർത്ത് വെച്ചേക്കാൻ. ഹൈഡ്രയും ജെല്ലിഫിഷും കടൽപ്പൂവും. അപ്പൊ അതിന്റെ സ്ട്രക്ചർ അനുസരിച്ചിട്ടാണ് അത് ഏത് ഫൈലത്തിൽ ഉൾപ്പെടുന്നു എന്ന് പറയുന്നത്. അപ്പൊ നിഡോബ്ലാസ്റ്റോട് കൂടിയാണെങ്കിൽ അത് ഏത് ഫൈലം പറയണം, നിഡേറിയ. പോറിഫെറ എന്ത് പറയണം, സ്പോഞ്ച്. അടുത്തത് നമ്മൾ ഈ ചെറുതും മൃദുവുമായിട്ടുള്ള പരന്ന ശരീരമുള്ള വിരകൾ എന്ന് പറയുന്ന കാറ്റഗറി ഉണ്ടല്ലോ, വിരകള്, പ്ലനേറിയയും നാടവിരയും ഫ്ലൂക്കും എന്നൊക്കെ പറഞ്ഞിരിക്കും. ജസ്റ്റ് എക്സാമ്പിൾസ് പഠിച്ചു വെച്ചേക്കാം. പ്ലനേറിയ എവിടെ വരുന്നു, പ്ലാറ്റി ഹെൽമിന്തസ് എന്ന് പറയുന്നത്. എന്താണ്, പ്ലാറ്റി ഹെൽമിന്തസ്, പ്ലനേറിയ, നാടവിര, ഫ്ലൂക്ക്. അതായത് അതിന്റെ ടോപ്പ് വശമൊക്കെ എന്തായിരിക്കും, പരന്നതായിരിക്കും, മൃദുവായിട്ടുള്ളതായിരിക്കും, ചെറുതുമായിരിക്കും. അങ്ങനെയുള്ള വിരകൾക്ക് പറയുന്ന പേരാണ് ഏത് ഫൈലത്തിൽ, പ്ലാറ്റി ഹെൽമിന്തസ്. എന്താ, പ്ലാറ്റി ഹെൽമിന്തസ്. ഇനിയും
നീണ്ടുരുണ്ട ശരീരമുള്ള വിരകളാണെങ്കിൽ എന്തു പറയും? ഉരുണ്ട വിര, കൊക്കപ്പുഴു, കൃമി എന്നിവയെ എന്താണ്? നിമറ്റോഡ. നമ്മൾ ഇപ്പുറത്ത് പറഞ്ഞ എന്തുവാ? നിഡേറിയ. നിഡേറിയ. അപ്പൊ ഇവിടെ ഉരുണ്ട വിര, കൊക്കപ്പുഴു, കൃമി എന്നിവ നിമറ്റോഡ എന്ന് പറയുന്ന ഫൈലത്തിലാണ് ഉൾപ്പെടുന്നത്. അപ്പൊ പ്ലാറ്റി ഹെൽമിന്തസ് എന്തിനകത്ത് ഉൾപ്പെടുന്നുണ്ട്? പ്ലാനേറിയ, നാടവിര, ഫ്ലൂക്ക്, കുറച്ച് പരന്ന ശരീരം. ഇനി ഉരുണ്ട ശരീരമുള്ളതാണ് നിമറ്റോഡ. ഉരുണ്ട ശരീരം നിമറ്റോഡ. ഇത് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഉരുണ്ട ശരീരം, ഉരുണ്ട വിര, കൊക്കപ്പുഴ, കൃമി തുടങ്ങിയവയെല്ലാം നിമറ്റോഡ. ഇച്ചിരി ഫ്ലാറ്റ് ആണെങ്കിൽ എന്തു പറയണം? ഫ്ലാറ്റി. ഇപ്പൊ അവിടെ തന്നെ ഫ്ലാറ്റ് ആണെങ്കിൽ എന്ത് പറയണം? ഇവിടെ പായ്ക്ക് പകരം ഫ്ലാറ്റി എന്നങ്ങ് ഓർത്തിച്ച്, ഫ്ലാറ്റി ഹെൽമിന്തസ്. ഇതെന്താണ്? നിമറ്റോഡ. നിമറ്റോഡ. അടുത്തത് അനലിഡ. നമ്മൾ സ്ഥിരമായിട്ട് കേട്ടിട്ടുള്ളതും പരീക്ഷയ്ക്കകത്ത് സ്ഥിരമായിട്ട് വരുന്നതുമാണ് അനലിഡയും ആർത്രോപോഡയും എന്ന് പറഞ്ഞിരിക്കുന്നത്. മണ്ണിരയും കുളയട്ടയും, അതായത് സെഗ്മെന്റ്സ് ആയിട്ടാണ് മണ്ണിരയിലൊക്കെ വരുന്നത്. അപ്പൊ അങ്ങനെയുള്ളത് കുളയട്ടയും മണ്ണിരയും എന്തുവാ? അനലിഡ എന്ന് പറയുന്ന ഫൈലത്തിലാണ്. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടന്റ്. അത് റിപ്പീറ്റഡ് ആയിട്ട് ഡിഗ്രി ലെവൽ എക്സാം, മെയിൻസ് പരീക്ഷയുടെ എക്സാംസിനും അതുപോലെ തന്നെ +2 ലെവൽസിനും വന്നുകൊണ്ടിരിക്കുന്നതാണ്. ഇനി കൊഞ്ച്, പാറ്റ, ഞണ്ട്, അതായത് ജോയിന്റ് ആയിട്ടുള്ള ലെഗ്സ് ഒക്കെ ഉള്ള ജീവികളും ബാഹ്യോസ്ഥികൂടം ഒക്കെ ഉള്ള, അപ്പൊ അതെന്താണ്? ആർത്രോപോഡ. ഞണ്ടും പാറ്റയും കൊഞ്ചും ഒക്കെ ഏതാണ്? ആർത്രോപോഡ എന്ന് പറയുന്ന കാറ്റഗറി. എന്താണ്? ആർത്രോപോഡ കാറ്റഗറിയിലാണ് വരുന്നത്. ഇനി മൊളസ്ക എന്ന് പറയുന്നത് എന്താണ്? ഒച്ച്, നീരാളി, കക്ക ഇവയെല്ലാം എന്താണ്? ഈ കുറച്ച് ഷെല്ലിനകത്ത് ഉൾപ്പെടുന്നതാണ്. അതായത് കാൽഷ്യം കാർബണേറ്റ് മുമ്പേ പറഞ്ഞില്ലേ? അപ്പൊ അത് പറഞ്ഞല്ലേ, അത് മൊളസ്ക കാറ്റഗറിയിൽ അല്ലെങ്കിൽ മൊളസ്ക എന്ന് പറയുന്ന ഫൈലത്തിൽ ഉൾപ്പെടുന്നതാണ്. ഇനി കടൽ ചേന, നക്ഷത്ര മത്സ്യം, നല്ല ഭംഗിയുണ്ട് കാണാൻ അല്ലെ? അതായത് മുള്ളുകളുള്ള സ്പൈൻസ് ശരീരത്തോട് കൂടിയ സമുദ്ര ജീവികളാണ് എക്കിനോഡെർമേറ്റ. എന്താ? എക്കിനോഡെർമേറ്റ. അപ്പൊ അത്രയുമാണ് ഇതിനകത്തെ കാറ്റഗറീസ് നമുക്ക് ടോട്ടലി വരുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഒന്നുകൂടെ പഠിച്ചു വെക്കാം. പോറിഫറ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറയണം? സ്പോഞ്ച് രീതിയിലുള്ളത്. അതിനകത്ത് ഫുള്ള് ശരീരത്തിൽ എന്തായിരിക്കും? സുഷിരങ്ങൾ ഉണ്ടായിരിക്കും. നിഡേറിയ എന്ന് പറഞ്ഞാൽ നിഡോബ്ലാസ്റ്റ്. ഈ പറഞ്ഞിരിക്കുന്ന ജെല്ലി ഫിഷ്, ഹൈഡ്ര, പിന്നെ കടൽ പൂവ് തുടങ്ങിയവയെല്ലാം നിഡേറിയ അഥവാ സീലൻഡറേറ്റ അഥവാ ഇങ്ങനത്തെയുള്ള ടെൻഡക്ലോട് കൂടിയിട്ടുള്ള ഭാഗങ്ങളായിരിക്കും നിഡേറിയ. പ്ലാറ്റി ഹെൽമിന്തസ് ആണെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ളതായിരിക്കും പ്ലനേറിയ, നാടവിര. ഇനി ഉരുണ്ട വിരയാണെങ്കിൽ എന്ത് പറയും? നിമറ്റോഡ. നിമറ്റോഡ. അപ്പൊ പ്ലാറ്റി ഹെൽമിന്തസ് ആണെങ്കിൽ ഫ്ലാറ്റ് ആയിരിക്കും. നിമറ്റോഡ ആണെങ്കിൽ എന്തായിരിക്കും? ഉരുണ്ടതായിരിക്കും. അനലിഡ എന്തുവാ? മണ്ണിര, കുളയട്ട. അതായത് സെഗ്മെന്റ്സ് ആയിട്ട് വരുന്നതാണെങ്കിൽ അനലിഡയാണ്. ഇനി ജോയിന്റ് ആയിട്ടുള്ള ലെഗ്സ് വരുന്നു, കൊഞ്ച്, പാറ്റ, ഞണ്ടാണെങ്കിൽ ആർത്രോപോഡ എന്ന് ഓർത്ത് വെച്ചിരിക്കണം. ആർത്രോപോഡ. ഇനി മൊളസ്ക ആണെങ്കിൽ എന്ത് പറയണം? ഒച്ച്, നീരാളി, കക്കയാണ്. അതായത് നമുക്ക് ഷെൽസ് ഒക്കെ ഉള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കാൽഷ്യം കാർബണേറ്റ് ഒക്കെ പൊതിഞ്ഞു വെച്ചിരിക്കുന്ന സംഭവങ്ങളാണെങ്കിൽ എന്ത് പറയണം? മൊളസ്ക എന്ന് പറഞ്ഞ ഫൈലത്തിലാണ്. ഇനി എക്കിനോഡെർമേറ്റ എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തുവാ? സ്പൈൻസ്. അതായത് അവിടെ കുറച്ച് ഭാഗം മുള്ളുകളുള്ള, അതിനെ തന്നെ പ്രൊട്ടക്ട് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് കടൽ ചേന, നക്ഷത്ര മത്സ്യം തുടങ്ങിയവയെല്ലാം ഏത് ഫൈലത്തിൽ ഉൾപ്പെടുന്നുണ്ട്? എക്കിനോഡെർമേറ്റ. അപ്പം എക്കിനോഡെർമേറ്റ എന്ന് പറയുമ്പം എന്ത് പറയണം? സ്പൈൻസ് അഥവാ മുള്ളുകൾ, കടൽ ചേന, നക്ഷത്ര മത്സ്യം. മൊളസ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കാൽഷ്യം കാർബണേറ്റിനാൽ ആവരണം ചെയ്യപ്പെട്ട ഒച്ച്, നീരാളി, കക്ക. ഇനി ആർത്രോപോഡ എന്താ? ഈ പറയുന്ന ജോയിന്റ് ആയിട്ടുള്ള കാലുകളുള്ളത്. അനലിഡ ആണെങ്കിൽ എന്താ? സെഗ്മെന്റ്സ്, മണ്ണിരയും കുളയട്ടയും. പ്ലാറ്റി ഹെൽമിന്തസ് ആണെങ്കിൽ ഫ്ലാറ്റ് ആയിട്ടുള്ളവര്. നിമറ്റോഡ ആണെങ്കിൽ ഉരുണ്ട വീര. പോറിഫെറ ഈ പറഞ്ഞിരിക്കുന്ന സൂക്ഷ്മമായിട്ടുള്ള സുഷിരങ്ങൾ. നിഡേറിയ ഈ പറഞ്ഞിരിക്കുന്ന ടെൻഡക്കിളുള്ള ജലജീവികൾ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ കിങ്ഡം അനിമേലിയയിലുള്ള ഫൈലങ്ങൾ പഠിക്കാം. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ ശരിക്കും റാങ്ക് മേക്ക് ചോദ്യങ്ങളായിരിക്കും. അപ്പൊ നിങ്ങൾ ടോപ്പ് റാങ്കിലൊക്കെ ഉൾപ്പെടാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരിക്കുവാണെങ്കിലൊക്കെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചേച്ചാൽ മതി. എവിടെയെങ്കിലും ഒക്കെ വന്നാൽ മതി എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അപ്പൊ നമ്മളുടെ ഫോക്കസ് ഏരിയ 10th ലെവൽ മെയിൻസ് ഓറിയന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ മെയിൻസ് ആയിട്ടുള്ള 214 ഫോക്കസ് ഏരിയ ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം അതിന്റെ കോഴ്സ് ജസ്റ്റ് GKയും സയൻസും എല്ലാം കൂടെ ചേർത്തിട്ടുള്ള 214 ടോപ്പിക്സ് ഉണ്ട്. അത് നമ്മുടെ ഗ്രൂപ്പിൽ അവൈലബിൾ ആണ്, സിജി ബിജൂസ് അക്കാദമി എന്ന് പറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പിൽ. അപ്പൊ അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന്റെ PDF അവൈലബിൾ ആയിരിക്കും. നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 599 റുപ്പീസിന് ജോയിൻ ചെയ്യാം. ഇതുപോലെ തന്നെ ഡിഗ്രി പ്രിലിംസിൻ്റെതും മെയിൻസിൻ്റെതും ഫോക്കസ് ഏരിയ ഉണ്ട്. അപ്പൊ അത് നമ്മളുടെ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഇംഗ്ലീഷ്, മലയാളം വേണമെങ്കിലും ജോയിൻ ചെയ്യാവുന്നതാണ്. ഈ ഒരു വാട്സ്ആപ്പ് നമ്പറിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്താൽ മതി, ഡീറ്റെയിൽസ് അയച്ചു തരുന്നതായിരിക്കും. ഓക്കെ, ക്ലാസ്സസ് എല്ലാം ലൈവ് ആയിട്ടാണ് വരുന്നത്. നിങ്ങൾക്ക് ലൈവ് കാണാൻ പറ്റില്ലെങ്കിൽ റെക്കോർഡ് സെഷൻസ് കാണാം, PDF അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇത്രയൊക്കെയാണ് പറയാൻ വേണ്ടിയുള്ളത്. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.